സ്ട്രൈക്ക് വരുമോ? സ്ട്രൈക്ക് അടിക്കും പുറത്ത് വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. അത് ഞാൻ എഴുതി സംവിധാനം ചെയ്ത് വൈക്കോം 18 മോഷൻ പിക്ചേഴ്സ് മലയാളത്തിൽ ആദ്യമായി നിർമ്മിച്ച കോടതി സമക്ഷം ബാലൻ വക്കീൽ എന്ന സിനിമ ഒരു വലിയ വിജയമായി. അത് 50-ാം ദിവസം കടന്ന് 60-ാം ദിവസത്തിലേക്ക് പോകുന്നു. ഇപ്പോഴും 10-40 സ്ക്രീനിൽ അത് പ്രദർശനം തുടരുകയാണ്. ആ സന്തോഷത്തിനേക്കാൾ കൂടുതൽ സന്തോഷം നൽകുന്നത് മലയാള സിനിമ ഇപ്പോൾ അതിൻ്റെ വലിയൊരു സജീവമായ മുഖം ലോകത്തിന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ശ്രീ മോഹൻലാൽ അഭിനയിച്ച, പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ലൂസിഫർ മലയാളത്തിലെ എല്ലാ കളക്ഷൻ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് റിലീസായ ശ്രീ മമ്മൂട്ടി അഭിനയിച്ച വൈശാഖ സംവിധാനം ചെയ്ത ചിത്രം വലിയ വിജയത്തിലേക്ക് മാറുന്നു. അപ്പോൾ നമ്മുടെ വ്യവസായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങൾ ശ്രീ മമ്മൂട്ടി, ശ്രീ മോഹൻലാൽ, ശ്രീ ദിലീപ്, അവരുടെ സിനിമകൾ എല്ലാം പ്രദർശനത്തിനെത്തുകയും 3 സിനിമകളും വലിയ വിജയം നേടുകയും ചെയ്യുക എന്നുള്ളത് ചലച്ചിത്ര വ്യവസായത്തിന് ചില്ലറ ഉത്തേജനമല്ല കൊടുക്കുന്നത്. ഇവിടെയുള്ള ഇന്ന് വന്നിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള തിയേറ്റർ ഉടമകൾ പലരും പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ഡ്രൈ ആയിട്ടുള്ളൊരു സീസണാണ് ഈ പരീക്ഷാ സീസൺ എന്ന് പറയുന്നത്. അതായത് ഈ സിനിമ റിലീസായ കാലം. അത്തരത്തിലുള്ള മുൻവിധികളെയെല്ലാം മാറ്റിക്കൊണ്ട് തിയേറ്ററുകൾക്ക് സജീവമായി നിലനിൽക്കാൻ കഴിയുന്നത് കുമ്പളങ്ങി നൈറ്റ്സും ബാലൻ വക്കീലും ഒക്കെ നല്ല ചിത്രങ്ങളായതുകൊണ്ടും പ്രേക്ഷകർ സ്വീകരിച്ചതുകൊണ്ടുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വൈകുന്നേരം എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത് ഈ സിനിമ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർക്കാണ്, നിങ്ങൾക്കാണ് വലിയ നന്ദി. തുറന്നു പറയട്ടെ, വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചാണ് ഈ സിനിമ പൂർത്തിയാക്കിയത്. പ്രയാസങ്ങൾ എന്ന് പറയുമ്പോൾ സാമ്പത്തികമായ പ്രയാസമല്ല, ഏറ്റവും മികച്ച ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഇതിനെ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്കറിയാം, ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല, ഏത് അന്തരീക്ഷത്തിലാണ് ഈ സിനിമ നമ്മൾ ചെയ്തു തുടങ്ങിയതെന്നും അത് പ്രദർശനശാലയിൽ കൊണ്ടുവന്ന് എത്തിച്ചതെന്നും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ഈ സിനിമ ഒരു വലിയ വിജയമായിരിക്കും. അത് തീർച്ചയായും മുൻവിധികളില്ലാതെ സിനിമയായി മാത്രം കാണാൻ തയ്യാറുള്ള മലയാളിയുടെ മനസ്സിനാണ് നന്ദി പറയേണ്ടത്. അത് എത്ര പറഞ്ഞാലും തീരില്ല. ഇനി എൻ്റെ നിർമ്മാതാക്കളെല്ലാം ഇവിടെയുണ്ട്, നിർമ്മാത കമ്പനിയുടെ ആളുകളുണ്ട്. അവർക്ക് ഞാൻ മലയാളത്തിൽ സംസാരിച്ചാൽ മനസ്സിലാകില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അവർക്കായി 2-3 വാചകം ഇംഗ്ലീഷിൽ പറയാൻ നിങ്ങൾ എന്നെ അനുവദിക്കുക. കോടതി സമക്ഷം ബാലൻ വക്കീൽ is the first Malayalam film produced by Viacom 18 Motion Pictures. As you know, it is one of the biggest and finest production houses in India. And when I went to the production house with this project, the way they see this and the way they have supported this project, I can only say it was really awesome, and I express my debt of gratitude in a warmest manner to Mr. Ajit and all the team members. Viacom 18 Motion Pictures is very professional in their approach to filmmaking, and they are very clear about what they want, how the film has to be executed. They focus entirely on, their emphasis is entirely on transparency, honesty, and aesthetic excellence. And I must say that this is a beginning for them, and they are going to go a long way in Malayalam film industry. I hope I'll be doing 1 or 2 films more with them. So I hope
already told me, you go ahead and do whatever you want. So we are always there. And also for the upcoming filmmakers, I would like to tell them that this is a very good opportunity for you. All you need is a fantastic project. Just pitch with them, and they will be there to support it. So that's it. And this is a really great experience working with Viacom in motion pictures. And particularly I must thank Ajit. Ajit is the COO of Viacom in motion pictures. And Ajit himself told me, I am actually very stringent, and I have set my own standards of, not excellence really, filtering maybe, the way he filters projects. But I don't know what happened to me. You came into my office, I just said yes to you. So I hope I didn't disappoint you, Ajit. So Priya, Pratik, who really, listened to my narration and said, go ahead, and Rajesh is here, Anju is here, she is a distribution, she takes care of the distribution. So it's a wonderful team. Welcome to Malayalam industry. Stay here and do lots and lots of quality films. Thank you so much. So, ഒരുപാട് ആളുകൾ ചോദിച്ചു, നിങ്ങൾ ഈ മലയാളത്തിലെ കുത്തകകളെയൊക്കെ കൊണ്ടുവരികയാണോ ചോദിച്ചു. ചെറിയ ചെറിയ പ്രൊഡ്യൂസേഴ്സിൻ്റെ അവസ്ഥ എന്താകും എന്നെല്ലാം ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചു. നമുക്ക് മലയാള സിനിമയിൽ പ്രൊഡക്ഷൻ ഹൗസസ് ഉണ്ടായിരുന്നു, ഏറ്റവും ഗംഭീരമായിട്ടുള്ള പ്രൊഡക്ഷൻ ഹൗസസ് നമുക്കുണ്ടായിരുന്നു. ഉദയം ഉണ്ടായിരുന്നു, നമുക്കറിയാം, മെറിലാൻഡ് ഉണ്ടായിരുന്നു, നവോദയം ഉണ്ടായിരുന്നു. പ്രൊഡക്ഷൻ ഹൗസ് എന്ന് പറയുന്ന ഒരു കൾച്ചർ മാറിയിട്ടാണ് ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസേഴ്സിലേക്ക് പോയത്. ഇപ്പോൾ ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസേഴ്സും എനിക്ക് തോന്നുന്നു ഒരു പ്രൊഡക്ഷൻ ഹൗസ് കൾച്ചറിലേക്ക് മാറുന്നതിൻ്റെ ഭാഗം കൂടിയാണ് ഇത്തരം മാറ്റങ്ങൾ എന്നെനിക്ക് തോന്നുന്നു. ഇത്തരം മാറ്റങ്ങൾ തീർച്ചയായിട്ടും സിനിമയ്ക്ക് നല്ലതാണ്. കാരണം എല്ലാത്തിനും ഒരു കൃത്യതയും വ്യക്തതയും ഉണ്ടാകും. അതുകൊണ്ട് ഒരു കുത്തകവൽക്കരണം എന്നുള്ള ആരോപണത്തിന് വലിയ പ്രസക്തിയുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. എൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവരും, നടീനടന്മാർ, സാങ്കേതിക പ്രവർത്തകർ, ഇവരെല്ലാം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യം. ഞാൻ ഈ സിനിമ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത്രയ്ക്ക് ആഹ്ലാദത്തോടു കൂടിയാണ് ഈ സിനിമ ചെയ്തത്. ദിലീപ് എത്തിയിട്ടില്ല, ദിലീപ് അടുത്ത സുഹൃത്താണ്, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് രഞ്ജി പണിക്കരും സിദ്ദിഖും. അപ്പോൾ അങ്ങനെയുള്ളവർ അഭിനയിക്കുമ്പോൾ മമത, ആൻഡ് ഐ മസ്റ്റ് സേ യു ആർ മൈ ഡിയറസ്റ്റ് ഫ്രണ്ട് ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി. സോ യു ആർ സോ ക്ലോസ് ടു മൈ ഹാർട്ട്. ആൻഡ് സോ മമത, പ്രിയ, എവ്രിവൺ, ഇതിനകത്ത് വർക്ക് ചെയ്ത ഓരോ നടീനടന്മാരും, അതുപോലെ സാങ്കേതിക പ്രവർത്തകർ, അവരെല്ലാവരും നമുക്ക്, അതുകൊണ്ട് ഞാൻ വലിയ ഔപചാരികത എടുക്കുന്നില്ല. ഇത് ഈ ഫിലിം മേക്കിംഗ് എന്നുള്ളത് വളരെ ആഹ്ലാദകരമായ ഒരു അനുഭവമാക്കി മാറ്റാൻ ഈ സൗഹൃദത്തിന് അവർക്ക് എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട്. അവരെല്ലാവരും അത്രമാത്രം ഈ സിനിമയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഈ വിജയം നിങ്ങൾക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഞാൻ ഒരു കോൺടെക്സ്റ്റ് മാത്രമാണ്. നമ്മൾ വിജയത്തെ അങ്ങേറ്റം വിനയത്തോടു കൂടി കാണുന്നു. ഇത്തരം വിജയം ഉണ്ടാകാൻ ഇനിയും അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ഉള്ളിൽ തീക്ഷ്ണമായി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു കേക്ക് കട്ട് ചെയ്തുകൊണ്ട് ആഘോഷങ്ങൾ ആരംഭിക്കാം. അതിലേക്കായി I would like to request Mr. Ajit Andhare, Chief Operating Officer, Viacom 18 Motion Pictures, to kindly join us on the dais for the cake cutting ceremony. ചിത്രത്തിന്റെ സംവിധായകൻ, തിരക്കഥാകൃത്ത് ശ്രീ വി ഉണ്ണികൃഷ്ണൻ, ചിത്രത്തിലെ നമുക്ക് പ്രിയപ്പെട്ട താരങ്ങൾ മമത, പ്രിയ ആനന്ദ്, ഈ ആഘോഷത്തിൽ നല്ലൊരു കൈഡിയാവാം.
Let this be a very sweet beginning for Viacom 18 Motion Pictures. So I believe it's election time everywhere in the country, and it's not easy to sort of reach anywhere. So first of all, thanks to all of you for making it here. It's indeed a very special evening for us for many reasons. Any film, you know, doing 50 days or thereabouts is itself a cause of celebration. Any language, I can tell you, in Hindi or in several other regional languages we are now doing films, 50 days means something good has really happened. So that itself is a major milestone. But more than that, to me, I think the way this journey shaped up is a very interesting story, because our love affair with Malayalam industry goes back to Drishyam. It was I think three years ago when I saw this film, and I decided that wow, this has to be made in Hindi. And then we started seeing a lot more of Malayalam cinema, and we developed, all of my creative team and all of us developed actually a great respect for the kind of stories that were being told here. I remember Ustad Hotel as another film which made an impact on us. And we said that we need to look at this market, look at this industry, there is so much to learn. Of course, our Drishyam was nowhere as close to the original Drishyam that I'll concede any day. But it still did very well for us in Hindi, and therefore our first lesson from Malayalam was a very successful one. But you know, cinema is a matter of nuances, cinema is a matter of detail, cinema is a matter of knowing the viewer, knowing the culture. And one thing I know, that sitting in Bombay, I can't be making films in various languages all by myself, you know, and that is where we need partners that we can trust, that is where we need talent with which we can collaborate, and that is where Unni came in. And I mean, I'm telling you, the way he is actually narrated, this is exactly how it happened. Usually, I will personally go through every script, I will hear the narration, then I will debate with my creative team, and then we'll fight about things. I will have my point of view, they'll have their point of view, and hopefully one of them will prevail. But I didn't even hear the narration for this one, because my team was so excited about it. And when I first met Unni, I think there was an instant connection of sorts. Because ultimately, you know, we may look at scripts, we may try and understand cinema, but ultimately cinema is about trust. When a director is directing, is he not trusting the actor? Is he not trusting the performer to, you know, bring out what the writer has written? And I think in that trust is really where our first step in Malayalam, making a local film here, really succeeded. And I'll be always grateful to Unni for making this journey possible and for making this journey successful. I must confess, I was extremely nervous about this journey. Because to make an entertainer, a commercial film, is actually the hardest, because there you really need the local nuance and to get it right. And I think there is where I totally relied on Unni and his ability to tell a story which will connect. And we are here. We've been in theatres. The film has been accepted. It's been loved. It's been appreciated. And there have been, of course, lots of news about the film getting remade in various other languages, which is also very exciting. So all I can say is thanks a lot, Unni. I think for our first step, which is a baby step in this colossal industry, please, thank you so much for coming. Thank you. Then everybody is noticing, and I think it's happening with us because of you fine people, that when we have entered, people have taken some notice that okay, we are doing something all right. And I think that's important for us, because yes, we've been doing a lot of Hindi films, we also do Hollywood. But I think to me the future really is regional cinema, because a lot of moviegoers actually sit in regional languages. And even more than that, the kind of stories that exist in regional languages is something that we have a lot to learn from. I can tell you today that another reason for my excitement is a film we made, Andhadhun, has crossed $20 million in China. Now, if another culture which is completely different on the other side of Himalaya can actually watch a film and love it,
And I can tell you that that film has actually even beaten Shazam, which is a Hollywood tentpole. And that is the power of a good story, and that's the power of a story which connects. So why can't we have a Telugu or a Tamil or a Malayalam film also playing in Chinese theatres and actually collecting many $1 million? That really is our dream at Viacom, that we can make regional mainstream and not as something which is, let's say, in some corner or anything like that. So that will only happen if we have partners. We cannot do it alone. We do not know everything. We have to learn a lot from you all. And I think that's where the partnership, the input and the trust of all of you comes in, and that allows us to be here and to cut this cake and to celebrate this 50 days. So once again, thanks a lot Unni, thanks a lot Dileep, the wonderful cast, everybody in the film, the entire crew, technicians, for having made this possible and for making our landing into Malayalam cinema a happy one. Thank you so much. എല്ലാവരും ആസ്വദിച്ചു കണ്ട പ്രകടനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ആക്ടേഴ്സ് അവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അവർക്ക് മെമെന്റോ സമ്മാനിക്കുന്നതിനായി ജോഷി സാറിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹോപഹാരം സ്വീകരിക്കുന്നതിനായി പ്രിയപ്പെട്ട സിദ്ദിഖ് സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമയിൽ അഭിനയിച്ചതിൻ്റെ ഈ മൊമെൻ്റോ വാങ്ങുന്നതിനൊരു പ്രത്യേക സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടിയ ഒരു കഥാപാത്രമായിരുന്നു ഈ ബാലൻ ദിലീപിൻ്റെ അച്ഛൻ കഥാപാത്രം. ആദ്യമായിട്ട് ഏത് സിനിമയിലാണ് ആദ്യം അച്ഛനായത്? കാര്യസ്ഥൻ എന്ന് പറഞ്ഞ സിനിമയിലാണ് ദിലീപിൻ്റെ അച്ഛനായിട്ട് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അതിനുശേഷം ദിലീപിനെ സ്ഥിരമായിട്ട് അച്ഛൻ എന്നാണ് വിളിക്കുക. അപ്പോൾ അതിന് പകരം വീട്ടാൻ വേണ്ടിയിട്ടാണ് മറ്റേ കമ്മാര സംഭവത്തിൽ ഞാൻ ദിലീപിൻ്റെ മകനായിട്ട് അഭിനയിച്ചത്. വേറെ ഒരു ഇൻഡസ്ട്രിയിലും അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ല. അച്ഛനും മകനുമായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനയിച്ചിട്ടുള്ളത് ഞാനും ദിലീപും മാത്രമാണ്. മലയാള സിനിമയിൽ വേറെ ആരും അങ്ങനെയില്ല. ജോഷി സാറിൻ്റെ അടുത്ത് നിന്ന് ഈ മൊമെൻ്റോ ഏറ്റുവാങ്ങുന്നതിന് പ്രത്യേക സന്തോഷമുണ്ട്. എല്ലാവർക്കും അറിയാം, ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യം എനിക്കൊരു നല്ല കഥാപാത്രം കിട്ടുന്നത്. അന്ന് ജോഷി സാർ എൻ്റെ അടുത്ത് നിനക്ക് നടക്കാൻ പോലും അറിഞ്ഞൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് നടക്കാൻ പോലും അറിയാതെയാണ് ഞാൻ സിനിമയിൽ വന്നത്. അന്ന് അഭിനയത്തിൻ്റെ ഒരു ബാലപാഠം പോലും അറിയാത്ത സിനിമയിൽ വന്ന് ഇത്രയും കാലം ഈ സിനിമയിൽ നിലനിൽക്കാൻ കഴിയുന്നത് വലിയ സന്തോഷം. ഇന്ന് ഏറ്റവും നല്ല പേര് കിട്ടിയ ഒരു കഥാപാത്രത്തിന് ജോഷി സാറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഈ മൊമെൻ്റോ വാങ്ങിക്കാൻ കഴിഞ്ഞതും എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കുറച്ചു കാലം ഇൻഡസ്ട്രിയിൽ നിന്ന് വിട്ടുനിന്നതിന് ശേഷം പിന്നെ എനിക്കൊരു നല്ല കഥാപാത്രം കിട്ടിയത് ലേലം എന്ന് പറയുന്ന സിനിമയാണ്. ലേലത്തിൽ എല്ലാവർക്കും അറിയാം, ആ പ്രശസ്തമായ ഒരു സീനുണ്ടല്ലോ, ഞങ്ങളുടെ പാസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ സുരേഷിൻ്റെ അടുത്ത് കരയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ആ സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പുറത്തിരിക്കുമ്പോൾ ജോഷി സാറിൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ, നിനക്ക് ഇനി നല്ല കഥാപാത്രങ്ങളൊക്കെ കിട്ടും, നല്ല ഇമോഷണൽ ആയിട്ടുള്ള കഥാപാത്രങ്ങളെല്ലാം കിട്ടും, പക്ഷെ ഒരിക്കലും ഒരു സംവിധായകനോടും ഞാൻ ആ റോള് ചെയ്യില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പടത്തിൽ അഭിനയിക്കില്ല, അങ്ങനെ ഒരിക്കലും പറയരുത്. അത് അങ്ങനെ നീ പറഞ്ഞാൽ പിന്നെ നീ ആ സംവിധായകൻ്റെ അടുത്ത് നീ ഒരു റോള് ചോദിച്ച് പോകേണ്ടി വരും. ഞാൻ അതിനു മുമ്പും പറഞ്ഞിട്ടില്ല, അതിനുശേഷവും ഞാൻ ഒരാളോടും ഒരു സിനിമയിൽ അഭിനയിക്കില്ല, അതല്ലെങ്കിൽ ഈ കഥാപാത്രം ഞാൻ ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ ഏറ്റവും ഭംഗിയായി അവതരിപ്പിക്കാൻ, അത് വളരെ ഡിഫറൻ്റായിട്ട് ചെയ്യാൻ, ഞാൻ അതിനു മുമ്പ് ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഇന്നും എനിക്കാരും മോശപ്പെട്ട കഥാപാത്രങ്ങൾ തരാറില്ല. എല്ലാവരും ചോദിക്കും കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. ഞാനൊരിക്കലും ഒരു കഥാപാത്രങ്ങളും സെലക്ട് ചെയ്തിട്ടില്ല. കഥാപാത്രങ്ങളാവാൻ എന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഉണ്ണികൃഷ്ണനും എന്നെ ഈ അച്ഛൻ കഥാപാത്രമായി സെലക്ട് ചെയ്തത് എൻ്റെ മഹാഭാഗ്യം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഈ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് എന്നെ ഏറ്റവും അധികം കളിയാക്കിയിട്ടുള്ളതും ഉണ്ണികൃഷ്ണൻ തന്നെയാണ്. ഓരോ ഷോട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് കളിയാക്കും. അപ്പോൾ ഉണ്ണികൃഷ്ണൻ ചോദിച്ചു, ഞാനിങ്ങനെ പലതും പറയും, പക്ഷെ സിദ്ദിഖിന് ഇങ്ങനെയൊക്കെ ചെയ്യാനൊരു നാണക്കേട് തോന്നുന്നില്ല, ഇങ്ങനെ റോൾ ഇത്ര കോമാളിത്തരം കാണിക്കാനൊക്കെ സിദ്ദിഖിന് ഒരു എളുപ്പം തോന്നുന്നില്ല എന്ന് ചോദിച്ചിട്ട് എപ്പോഴും എന്നെ കളിയാക്കുമായിരുന്നു. അതുപോലെ ഈ സിനിമ ഇറങ്ങുമ്പോൾ എനിക്ക് ഇത്രയധികം പേര് കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇത്രയധികം ഒരു അഭിനന്ദനങ്ങൾ കിട്ടുമെന്നോ ഞങ്ങൾ ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ അടുത്ത് പറയുന്നത്, ഇങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ ക്ലൈമാക്സിലൊക്കെ സിദ്ദിഖിനെ കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കുമായിരുന്നു, ഈ കഥാപാത്രത്തെ ഒരുപാട് വലുതാക്കുമായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ആദ്യമായിട്ടാണ് ഒരു വേഷം ചെയ്തതിന് അത്രയധികം അഭിനന്ദനം കിട്ടുന്നത്. അതുപോലെ ഈ സിനിമ റിലീസ് ചെയ്തിട്ട് ആ റിലീസ് ചെയ്ത അന്ന് മുതൽ
ഇന്ന് ഈ 50-ാം ദിവസം ആഘോഷിക്കുന്ന ഈ ദിവസം വരെ ഒരാളെങ്കിലും ഒരു ദിവസം വിളിച്ചിട്ട് ഈ ബാലൻ വക്കീലിൻ്റെ കാര്യം എൻ്റെ അടുത്ത് എപ്പോഴും പറയും. ആ കഥാപാത്രം ചെയ്തതിന് ഒരുപാട് അഭിനന്ദനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കഥാപാത്രത്തെ എനിക്ക് തന്ന ഉണ്ണികൃഷ്ണനും ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സായ ബയോകോം, ഈ സിനിമയിൽ എന്നോടൊപ്പം അഭിനയിച്ച എൻ്റെ മറ്റ് സഹപ്രവർത്തകർ എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരുപാട് സന്തോഷം. മലയാളിക്ക് എന്നും സന്തോഷമാണ്. ഒരാൾ ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ, സൃഷ്ടിക്കുമ്പോൾ അതിൽ ആരഭിനയിക്കണം, ആരഭിനയിക്കരുത്, ആർക്ക് തീണ്ടലുണ്ട്, ആർക്ക് തൊട്ടുകൂടായ്മയുണ്ട് എന്ന് തീരുമാനിക്കുന്നത് അന്തിവാർത്താ മുറികളിൽ ഇരുന്ന് ധർമ്മവിചാരം നടത്തുന്ന ആളുകളല്ല. സദാചാരത്തിന്റെ ആൺപക്ഷത്തും പെൺപക്ഷത്തും മാറി നിന്ന് വിചാരണ ചെയ്യുന്നവരുമല്ല. സമൂഹത്തിലെ ദൈനംദിന ജഡ്ജിമാരുമല്ല. ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന ആളാണ് എൻ്റെ സിനിമയിൽ ആരഭിനയിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അത് മറ്റാരുടെയും അവകാശമില്ല എന്ന് മലയാളത്തിലെ പ്രേക്ഷകർ പ്രഖ്യാപിച്ച സിനിമയാണ്, നിസ്സംശയമായി പ്രഖ്യാപിച്ച സിനിമയാണ് കോടതി സമക്ഷം ബാലൻ. ഞാൻ ഈ വലിയ വിജയത്തിന് മലയാളത്തിലെ മുഴുവൻ സിനിമാ സ്നേഹികളെയും പ്രേക്ഷകരെയും അഭിനന്ദിക്കുന്നു. പ്രക്ഷുബ്ധമായ കടലിൽ ആകാശം മുട്ട ഉയരുന്ന തിരമാലകൾക്ക് നേരെ തിരമാലകളെ മുറിച്ച്, കൊടുങ്കാറ്റിനെ മുറിച്ച് യുദ്ധമുഖത്തേക്ക് ശിരസ് ഉയർത്തിപ്പിടിച്ച് നെഞ്ചുപിരിച്ച് പടനയിക്കുന്നവനാണ് കപ്പിത്താൻ. ഈ സിനിമയുടെ കപ്പിത്താന് എൻ്റെ സ്നേഹം നിറഞ്ഞ ആലിംഗനം. Thank you, Viacom, for being so daring at this time. Thank you very much. നമസ്കാരം. വളരെ സന്തോഷം. ഉണ്ണികൃഷ്ണൻ്റെ എൻ്റെ ടീമിനും എല്ലാ അഭിനന്ദനങ്ങളും. ഈ വിജയാഘോഷത്തിൽ അതിൻ്റെ ഒരു ഭാഗമായി ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമുണ്ട്. ഈ സിനിമയുടെ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും. നന്ദി. വേദിയിൽ സദസ്സിലുള്ള ഏവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഷീൽഡ് കയ്യിലിരിക്കുമ്പം. കഴിഞ്ഞ ജൂലൈയിൽ ഒരു സിനിമ ഊട്ടിയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം ദിലീപേട്ടനും ഉണ്ണിസാറും കൂടെ വിളിച്ചിട്ട് പറഞ്ഞതാണ് ഈ ഒരു സിനിമയെക്കുറിച്ച്. വളരെ എക്സൈറ്റഡോടെയാണ് അതിൽ പ്രവേശിച്ചതും. അത്രയേറെ 50 ദിവസത്തോളം നമ്മൾ വളരെ ഹാപ്പിയായിട്ട് ഞാൻ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. എന്താ പറയുക, അത് ചെയ്യുന്ന സമയത്തും ഇപ്പോൾ ദിലീപേട്ടനോടൊപ്പം മമതയോടൊപ്പം ഇതിന് മുമ്പ് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൽ എല്ലാവരെയും ഞെട്ടിച്ചതും ആ സമയത്ത് ഇപ്പം ഞാൻ പുതിയ തലമുറ എന്ന് പറയുന്നില്ല, 30 വയസ്സ് കഴിഞ്ഞുകൊണ്ട്, പക്ഷേ സ്റ്റിൽ എല്ലാ ന്യൂ ജനറേഷനെയും പ്രിയപ്പെട്ടതായി മാറിയ ന്യൂ ജനറേഷൻ അച്ഛനായ സിദ്ദിഖിക്കയുടെ മിന്നുന്ന പെർഫോമൻസ് എല്ലാം കൂടെ വന്നപ്പോൾ നമ്മൾ ഒരുപാട് ഹാപ്പിയായിട്ട് സെറ്റിൽ. അത് സ്ക്രീനിലും കിട്ടി. ദൈവത്തോട് നന്ദി പറയുന്നു, ഓരോരുത്തരോടും നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. I really don't know what to say. I'm so humbled, sir. Thank you so much. And I have been getting such wonderful, warm response. Enakku korchu Malayalam araya, so but I'll stick to English. My experience with the Malayalam industry has been so beautiful. And considering that I'm not a Malayali, I'm from Mumbai, it's been great. And this has been a surprise. I'm expecting my first baby, so this has been a wonderful comeback to Kochi. So thank you everybody, it's been so nice. Thank you so much. എല്ലാവർക്കും
ഹീറോയിനായിട്ട് പാട്ടിലുള്ള ആളാണ് നേരത്തെ ഇവിടുന്ന് വന്ന് പോയത്. അപ്പോൾ എനിക്ക് ഇതിനൊരു അവസരം ഉണ്ടാക്കി തന്ന ഡയറക്ടർ ഉണ്ണി, അതായത് അതിനകത്ത് ഒരു വീക്കെൻഡ് ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് സെറ്റിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ പോയി ഒരു പാട്ടിൻ്റെ രണ്ടൊന്ന് ലൈൻ പാടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആകെ ഇതായിപ്പോയി. ഞാൻ പോയി പാട്ട് പാടുക എന്ന് പറഞ്ഞു. ശരിയാണ്, ഞാൻ ശബരിമല അയ്യപ്പനെ പറ്റി കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലം ഞാൻ പാട്ടിൻ്റെ കാസറ്റ് ഇറക്കിയിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് ചെന്ന് ഇങ്ങനെ ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി അവിടെ ചെന്നു പാടി. പക്ഷെ അത് പടം വന്നു കഴിഞ്ഞപ്പോൾ ഇത്രമാത്രം അത് ഹൈലൈറ്റിലേക്ക് പോകുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇതാണ് സാധനം. പക്ഷെ ഇത് വിക്കിൽ കൂടി പാടണം. അപ്പൊ ഇത് ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങിയപ്പോൾ വളരെ രസകരമായിരുന്നു. കാരണം ഫസ്റ്റ് ഡേയിൽ തന്നെ ഒരുപാട് പേര് എന്നെ വിളിച്ചു. പാട്ട് മനോഹരമായിരുന്നു എന്നുള്ളത് മാത്രമല്ല, അതിനകത്തുള്ള പെർഫോമൻസ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു പാട്ട് ഫുള്ളായിട്ട് ഇത്രയും വർഷത്തിനിടയ്ക്ക് ഡാൻസ് ചെയ്ത് അഭിനയിച്ചത് ഈ പടമാണ്. അതിന് ഡയറക്ടർ ഉണ്ണിയോട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, വളരെ സന്തോഷം. പിന്നെ പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ആൾക്കാരെ കാണാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്തായാലും ദിലീപിൻ്റെ കൂട്ടത്തിൽ 3-4 പടം ഞാൻ ദിലീപിൻ്റെ കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പടത്തിൽ ദിലീപ് ചെയ്യാൻ വന്നപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം ഒരുപാട് കാര്യങ്ങൾ അല്ലേ ദിലീപ് സംസാരിച്ചില്ല. യെസ്, പഴയ പടത്തിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷേ ഇതിൽ ദിലീപിൻ്റെ ഒരു പെർഫോമൻസ്, ദിലീപ് സത്യത്തിൽ ഇങ്ങനെയുള്ള വിക്കുള്ള ക്യാരക്ടറാണെന്ന് പോലും ഞാൻ പടം അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ അറിയില്ല. പക്ഷെ അവിടെ വന്ന് ഡയറക്ടർ കഥ പറഞ്ഞു കഴിഞ്ഞ ശേഷമാണ് ഇത് അറിയുന്നത്. ആ പാട്ടിൽ കൂടിയാണ് ദിലീപ് ഞാൻ വിക്കനാണെന്നുള്ളത് അറിയുന്നത്. ദിലീപിൻ്റെ അടുത്ത് പോയി ഡയലോഗ് പറയുന്ന സമയത്ത് ദിലീപിൻ്റെ അടുത്ത് ഡയലോഗ് പറയല്ലേ, നീ മിണ്ടല്ലേ എന്നുള്ള വേറൊരു ആക്ഷനിൽ കൂടെ പറയുന്നതും അതെല്ലാം കൂടെ ചേർത്ത് വന്നപ്പോൾ അത് മാത്രമല്ല ഇവിടെ അവരുണ്ടെന്ന് തോന്നുന്നു. കാരണം അതിനകത്ത് 2-3 പ്രാവശ്യം ജൂനിയർ ആർട്ടിസ്റ്റിനെ അടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ആ സമയത്ത് അത് ഷൂട്ട് ചെയ്തപ്പോൾ അതായത് 2-3 പ്രാവശ്യം ടേക്ക് എടുക്കാനുള്ള റിഹേഴ്സലിന് പോലും ഞാൻ അയാളെ അടിക്കേണ്ട ഗതികേട് വന്നു. കാരണം അത്രയ്ക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് അത് ചെയ്യാൻ സാധിച്ചു. പക്ഷേ ഇതെല്ലാം കൂടെ ചേർത്ത് ദിലീപ് ക്ലൈമാക്സിൽ എനിക്ക് ആൾക്ക് തരികയും ചെയ്തു. പക്ഷെ അതൊക്കെ എന്താ പറയുക, അതൊരു സത്യത്തിൽ ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഇൻവോൾവ്മെൻ്റാണ്. ആ ഇൻവോൾവ്മെൻറ്റിനകത്ത് ആരും തെറ്റു പറയാനോ അല്ലെങ്കിൽ മനഃപൂർവ്വമാണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റും. ഇറ്റ്സ് എ വെരി നൈസ് മൂവി. അത് മാത്രമല്ല ഇങ്ങനെ ഒരു ഫംഗ്ഷനിലൂടെ വരാൻ സാധിച്ചതും ജോഷിയേട്ടനൊക്കെ കാണാൻ സാധിച്ചതും, ജോഷിയേട്ടൻ്റെ ഒരുപാട് പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷം. ഞാൻ ഇതിൻ്റെ താങ്ക്സ് മിസ്റ്റർ ഉണ്ണിയോട് പറയുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. Thank you so much. Thank you for the introduction. Romba sandoshama irukku. I think Malayalam industry enakku oru dream debut koduthathu, and I think I've had a dream run here, and I think days like this give me so much reason to celebrate and find joy in life, and I'm so happy to be a part of this film. Muni sir, I'm really upset I only shot very little bit for this movie, so I'm looking forward to working in all those Viacom movies that you're going to be doing. But thank you so much, Dilip sir. It was lovely watching you perform, and I think that's the best thing about working in the Malayalam industry. I think watching your co-stars, every person, Siddiq sir, everyone, like just watching people perform, and you get to learn so much and kind of unlearn a lot of things, which is most important for someone like me who does commercial movies. So thank you so much. ഇങ്ങനെ മാറി നിൽക്കാതെ ദയവായി തീർച്ചയായിട്ടും നല്ലൊരു കയ്യടി ഈ അവസരത്തിൽ വേണ്ടതാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവിടെ വയക്കോം 18-ന്റെ ടീമും കൂടി ഇരിക്കുന്നതുകൊണ്ട് ഐ ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് സംസാരിക്കാമല്ലോ അല്ലേ? പ്രത്യേകിച്ച് എനിക്ക് ഒരു സ്പെഷ്യൽ പെർമിഷൻ എടുക്കുന്ന കൂട്ടത്തിലാണ്. സോ ഐ ആം ഗോയിങ് ടു ടേക്ക് ദാറ്റ് ലിബർട്ടി. First of all, thank you so much everyone for being here. Viacom 18, welcome to Malayalam cinema. I'm so glad. I was equally nervous. I was just telling Ajit that I was equally nervous because I really wanted this film to work.
because this sets a lot of opportunities for several filmmakers to kind of put their trust in and taking a chance working with huge film producers like all of you, coming from Bombay especially. എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ഉണ്ടാവും, ഒരു ഡ്രൈവ് ഉണ്ടാവും to do a certain film. There should be a reason, there should be a calling. I should say that I did this film for the love of love itself. Right from the beginning of this movie, the Unniyattan enakku project pitch cheyda samayathu it was this long-term association that I've had with Unniyattan, even though I've not worked with him. Dileepanna pinne parayanda. There's just no way that you can have a second thought about the film, right? So that's how I came on board. I'm so happy to work with people that I truly follow. Enakku bayangara ishtamulla actors nodu work cheyan patti. This is truly a result of beautiful friendship, a lot of trust, so much love, I think long-term friendship. All of this is what has contributed to the success of Kodati Samaksham Balan Vakil. I'm so proud to have yet another successful film in my kitty. I hope Viacom 18 continues to bestow your trust in Malayalam filmmakers, regional filmmakers, thus giving us an opportunity to cross. I think the world needs to watch our films. So thank you so much once again. This is an evening filled with gratitude. ഒരുപാട് പേരെടുത്ത് നന്ദി പറയാനുണ്ട്. Technical team, my dearest Monetan and his entire crew. Thank you so much for all your work, all the hard work, all the running around. It's all paying off today. There's just so many people that I want to thank. There's so much love. As I just sit there and I live in the United States, so because of that, every time I do a film and I go back, I get a lot of quiet time. I'm not caught in the hustle and bustle of being in India, so I get a lot of time to meditate with every single person that I've worked with. So I get a lot of those silent moments to truly be grateful to where I'm at in life. So once again, thank you so much and lots of love to all of you, and thank you all for taking Malayalam cinema to where it is today. ഇനിയും ഒരുപാട് ബൗണ്ടറീസ് കടക്കാനുള്ളതാണ് മലയാള സിനിമയ്ക്ക്. വളരെ നല്ല കാലഘട്ടമാണ് മലയാള സിനിമയ്ക്ക്. I take this opportunity to also congratulate Lucifer. I'm so happy that my colleague has directed a film. കാരണം അതേ മാസം ഇറങ്ങിയ സോണി പിക്ചേഴ്സും പൃഥ്വിയും പ്രൊഡ്യൂസ് ചെയ്ത ഫിലിമാണ് 9. So I had 2 successful releases and 2 big studio films that came out in February. So it was a beautiful month for me, truly a Valentine month. And Unniyattan, I love you to death. And I have not worked with you before, but the kind of exchanges we have had over the last 90 days, I would say, it's just stupendous. And I think you're the brother that I could have had from birth. Thank you. I love you. Priyadan? രഞ്ജിയേട്ടനോടൊന്ന് സംസാരിച്ച പോലെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് പറയണമെന്നുണ്ട്, പക്ഷെ വെറുതെ പറഞ്ഞ് പണി വാങ്ങിക്കണ്ടോ എന്ന് വിചാരിച്ച് വെറുതെ. അതുപോലെ തന്നെ എൻ്റെ കൂടെ അഭിനയിച്ച ആളുകൾ എല്ലാവരോടും ഈ അവസരത്തിൽ പ്രത്യേകം കടപ്പാടുണ്ട്. ആദ്യം ദൈവത്തിനോട്, പിന്നെ ഈ സിനിമയെ വലിയ വിജയമാക്കിയ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്. അതുപോലെ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വന്നത് നിസാരക്കാരല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയായ വയാക്കോം 18. താങ്ക്സ് ടു വയാക്കോം. പിന്നെ ഒരുപാട് സിനിമകളെ കുറിച്ച് സംസാരിക്കുകയും ഓരോ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ ഉണ്ണിയേട്ടൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ അവസരമുണ്ടായി. അതിന് പറ്റിയ കഥ ഒത്തുവന്നു. എനിക്ക് നല്ലൊരു കഥാപാത്രത്തെയാണ് ഉണ്ണിയേട്ടൻ തന്നത്. അതിന് ഉണ്ണിയേട്ടന് ഒരുപാട് നന്ദി ഈ അവസരത്തിൽ പറയുകയാണ്. പാവമായി നിൽക്കുന്നതിനുള്ളൂ, ഒരുപാട് സംഭവങ്ങളുള്ള ആളാണ്. അതുപോലെ തന്നെ ഈ സിനിമയിൽ സിദ്ദിഖ് പറഞ്ഞ പോലെ എൻ്റെ അച്ഛനായിട്ട്
ഞങ്ങൾ അച്ഛനും മകനും അങ്ങനെ മാറി മാറി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ പോലെ ഫോൺ എടുക്കുമ്പോൾ അച്ഛാ എന്ന് പറഞ്ഞാണ് വിളിക്കാറ് ഞങ്ങൾ. അങ്ങനെ ഇതിൽ ഒരുപാട് അഭിനയിക്കുന്ന സമയത്ത് ഒരുപാട് ചിരിച്ചാണ് ഞങ്ങൾ ഓരോ സീനുകളും. ഞാൻ ഈ സിദ്ദിഖയുടെ എക്സ്പ്രഷൻസ് ഒക്കെ ഞാൻ ഒരുപാട് ഷോട്ടിൽ തന്നെ ചിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സുരാജ്, അജു, പിന്നെ ഗണേശ് ഏട്ടൻ, ലെന, ബിന്ദു, ഒരുപാട് ആർട്ടിസ്റ്റുകൾ. പിന്നെ അറിയാലോ, ഞാൻ പാസഞ്ചർ, അരികെ, മൈ ബോസ്, 2 കൺട്രീസ് തുടങ്ങിയ സിനിമകളിലാണ് മമതയുടെ കൂടെ അഭിനയിച്ചത്. വലിയ സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ കോമ്പിനേഷൻസ് വന്നൊക്കെ ദൈവം അനുഗ്രഹിച്ച് ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചു. ഒരു വലിയൊരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ കുറേ പേരുണ്ട്. അതിലെടുത്ത് പറയേണ്ട മലയാള സിനിമയിലെ ഏറ്റവും നല്ല ഒരു ഫ്രണ്ടാണ് മമത. വലിയ സന്തോഷം. അതുപോലെ തന്നെ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായത് പ്രിയ ഈ സിനിമയിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഹീറോയിനുള്ള സമയത്ത് വേറൊരു ഹീറോയിൻ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് ചില സമയത്ത് മാറിപ്പോകുന്നതാണ്. പക്ഷെ ഈ സിനിമയിൽ കാര്യങ്ങൾ കഥ പറഞ്ഞപ്പോൾ തന്നെ ഉണ്ണിയേട്ടൻ ഈ ടീമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഒരു വിഷമമില്ലാതെ വളരെ എന്താ സന്തോഷത്തോടുകൂടി വന്ന് അഭിനയിച്ച ഒരാളാണ് പ്രിയ. താങ്ക്സ് പ്രിയ. അതുപോലെ ഇവിടെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ശോഭ ചേച്ചി ഒക്കെ, ഷൈജു കുറുപ്പ്, കുറെ പേര് വിട്ടുപോകുന്നുണ്ട്. രഘുവേട്ടനെ വിട്ടുപോയതല്ല കേട്ടോ. അപ്പൊ ഇതില് വിക്കൻ കഥാപാത്രമായിട്ട് അഭിനയിക്കാന്ന് പറഞ്ഞ ആദ്യത്തെ ഒരു ദിവസം സത്യം പറഞ്ഞാൽ ഏത് തരത്തിലുള്ള രീതിയിലാണ് എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കോ ആർട്ടിസ്റ്റുകളും എല്ലാവരും, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് വിക്ക് അഭിനയിച്ച് സിദ്ദിഖയുടെ മുമ്പിലാന്ന് തോന്നുന്നു. ഇത് ഓക്കെ അല്ലേ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് ഉണ്ടായ പിന്നെ എല്ലാവരുടെയും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ഈ സിനിമയ്ക്ക് ഉണ്ടായി. അതുപോലെ മോഹനേട്ടനായിരുന്നു എൻ്റെ കൺട്രോളർ. അതുപോലെ മോഹനേട്ടൻ്റെ കൂടെയുള്ള രാജു, നന്ദു തുടങ്ങിയ ഒരുപാട് ആളുകൾ. ഇതിലെല്ലാ ടെക്നീഷ്യൻസ്, ഇതിൽ സംഗീതം ചെയ്ത ഗോപി സുന്ദർ, അതുപോലെ അഖിൽ, ക്യാമറ, എല്ലാവരോടും ഉണ്ടെന്നറിയാം. എല്ലാവരോടും ഈ സമയത്ത് ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. എന്തായാലും ഇത്രയും നല്ല വിജയങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഇവിടെ ഒരുപാട് ആൾക്കാരെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരും നേരിട്ട് കണ്ട് ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തൊരു മെമെന്റോ കൊടുക്കുന്ന സമയം കൂടി ഞങ്ങളോടൊപ്പം തുടരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇനി ഇന്നത്തെ ദിവസം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾ ഉണ്ണിയേട്ടൻ. ചിത്രത്തിന്റെ സംവിധായകൻ, തിരക്കഥാകൃത്ത് ശ്രീ ബി ഉണ്ണികൃഷ്ണന് മെമെന്റോ സമ്മാനിക്കുകയാണ്. I request Mr. Ajit Andhari to present the memento to Mr. B. Unikrishnan. Thank you, Mr. Ajit Andhari. Thank you, Neta. Thank you. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരിയേറെ സന്തോഷം. ദിലീപേട്ടൻ്റെ വിജയങ്ങൾ അത് മറ്റാരെങ്കിലും കൂടുതൽ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അത് ദിലീപേട്ടൻ്റെ വിജയം
ആഘോഷിക്കുന്ന ഒരു വേദിയാണ്. അത്തരത്തിലേറെ സന്തോഷമുള്ളൊരു വേദിയാണ്. അതിനോടൊപ്പം ഉണ്ണിയേട്ടൻ്റെ വിജയം, വയക്കോം എന്ന് പറഞ്ഞ ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനി കടന്നു വന്ന് അവർക്കും ഒരു വിജയ ചിത്രത്തോടുകൂടി തുടങ്ങാൻ പറ്റുന്നു, അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസരമുണ്ടാകുന്നു. എല്ലാ അർത്ഥത്തിലും ഏറെ സന്തോഷമുള്ളൊരു വേദിയാണ്, ഏറെ സന്തോഷമുള്ളൊരു സായാഹ്നമാണ്. ഇത്തരം വിജയാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുന്നതാണ് സത്യത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അപ്പോൾ ആ സന്തോഷം ജീവിതത്തിൽ തുടരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകൾ മാത്രം. താങ്ക് യു.